കുറേ നാളായല്ലേ വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ കണ്ടേച്ച്. എന്നാൽ പിന്നെ ഇന്നൊരു ചെറിയ വലിയ സന്തോഷത്തിൻ്റെ വീഡിയോ കാണാമല്ലേ. ചില ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് വലിയ സന്തോഷമാണ് തരുന്നത്. അങ്ങനെ ഒരു ചെറിയ വലിയ സന്തോഷം കാണാൻ പോയിട്ട് നമ്മുടെ ആതിരക്കാട് ഫ്രണ്ട് ഹാർലിയുടെ വൈഫിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഹാർലി ജസ്റ്റ് വൈഫിന് വേണ്ടിയിട്ടൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പോവുക, ഒരു കുഞ്ഞി കേക്ക്. അപ്പോൾ ഞങ്ങളെ വിളിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങളെ വിളിച്ച് ഞങ്ങൾ പോയി. നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് പുറകെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലേറ്റായിട്ട് ചെന്നുകൊണ്ട് 2-3 ബെല്ലടിച്ചിട്ടാണ് തുറന്നത്. നമുക്ക് നോക്കാം എന്നാ ഒരു എക്സ്പ്രഷനൊക്കെ എന്നാ നമുക്ക് നോക്കാം. എന്താണെങ്കിലും സർപ്രൈസാണെന്ന് പറഞ്ഞാണ് പോകുന്നത് കേട്ടോ. സർപ്രൈസ്ഡ് ആവുമോ നമുക്ക് നോക്കാം. അപ്പോൾ കേക്ക് കണ്ടതിനെക്കാട്ടിയും വലിയ സർപ്രൈസ് ആയിരുന്നു കേട്ടോ ഞങ്ങളെയും കൂടെ കണ്ടപ്പോൾ. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി, ലീനുവിന് വലിയ സന്തോഷമായി. കാരണം നമുക്കെന്ന് പറഞ്ഞാൽ നമുക്ക് പരിഗണിക്കപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ ഉള്ളൊരു സന്തോഷം എന്ന് വെച്ചാൽ ചെറിയ കാര്യമാണെങ്കിലും അത് വലിയ സന്തോഷമാണല്ലേ. അങ്ങനെ ഇതാണ് കേട്ടോ കേക്ക്. ആ കുഞ്ഞി കേക്കൊക്കെ ഞങ്ങൾ 4 പേരും ഇരുന്ന് കട്ട് ചെയ്തു. ഒരു കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, കുഞ്ഞുങ്ങളൊക്കെ ഉറങ്ങിപ്പോയി കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു കുഞ്ഞ് പാർട്ടി അതൊക്കെ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ചു. ലീനുവിന് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞങ്ങൾക്കും വലിയ സന്തോഷമായി കേട്ടോ. പിന്നെന്ന് വെച്ചാൽ ഇങ്ങനത്തുള്ള മൊമെൻറ്റ്സ്, ചെറിയ ചെറിയ സന്തോഷങ്ങൾ, ഫാമിലിയുടെ വൈബൊക്കെ എൻജോയ് ചെയ്യാനും കാണാനും ഒക്കെ പറ്റുന്നത് വലിയ സന്തോഷമാണ് കണ്ടോ. ഇതുപോലുള്ള മൊമെൻറ്റ്സ് എല്ലാവർക്കും ക്രിയേറ്റ് ചെയ്യാൻ പറ്റട്ടെ അല്ലേ. എന്ത് രസമല്ലേ. അപ്പോൾ അവർക്ക് എന്തോരം സന്തോഷമായിട്ടുണ്ടാവും. നമ്മളെ പരിഗണിക്കുന്നു എന്നുള്ള തോന്നലാണ് ലൈഫിലെ ഏറ്റവും വലുത്. അപ്പോൾ നല്ലൊരു ഹസ്ബൻഡിനെയാണ് ലീനുവിന് കിട്ടിയിരിക്കുന്നത്. ബർത്ത്ഡേ ഒക്കെ ഓർത്ത് വെച്ച് സർപ്രൈസൊക്കെ കൊടുത്തു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് എന്ന് വെച്ചാൽ ലൈറ്റായിട്ട് കേക്കൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ സംസാരിച്ചൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞ് വെച്ച് ഞങ്ങളും പെതുക്കെ ഇറങ്ങി. അപ്പോൾ ഇറങ്ങിയ സ്ഥിതിക്ക് നമുക്കും എന്തെങ്കിലും ചെറിയ സന്തോഷമൊക്കെ വേണ്ടേ. അപ്പോൾ ഞങ്ങളും ചെറിയൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയ വഴിക്ക് തട്ടുകടയിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളും ഞങ്ങളുടെ ചെറിയ ചെറിയ വലിയ സന്തോഷങ്ങളുമായിട്ട് നൈറ്റ് ഡ്രൈവൊക്കെ കഴിഞ്ഞ് പോരുന്നു കേട്ടോ. അപ്പം എല്ലാവരും ലൈഫിലെ ചെറിയ കാര്യങ്ങളും ആഘോഷമാക്കി എടുക്കുക. ചെറിയ കാര്യങ്ങളായിരിക്കും നമുക്ക് വലിയ സന്തോഷങ്ങൾ തരുന്നത് കേട്ടോ. അപ്പോൾ അതാ ഇഡലി കഴിക്കാനാണ് പോയത് കേട്ടോ. ഇവിടെ ഇഡലിയുടെ എന്തോ പൊടി ചമ്മന്തി കിട്ടും, അത് അതിലേക്കാടെ ഫേവറേറ്റാണ്. അതുകൊണ്ടാണ് ഇഡലി കഴിക്കാൻ പോയത്. അല്ലെങ്കിൽ നോൺ വെജ് മാത്രം കഴിക്കുന്നൊരു മനുഷ്യനാണ് ഞാൻ, ഇടയ്ക്ക് പറയാറുണ്ട്. അത് തന്നെയാണ് ശരി. അപ്പോൾ ആ ഒരു ചമ്മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം പോയി കഴിച്ചു, തിരിച്ചു വന്നു. അപ്പോൾ ടാറ്റ ബൈ ബൈ. വീണ്ടും പുതിയ വിശേഷങ്ങളുമായിട്ട് കാണാം കേട്ടോ.